ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞങ്ങൾക്ക് എൻ്റെ നാടിൻ്റെ റോഡിൻ്റെ അവസ്ഥ കാണാം. കണ്ടോ, വെള്ളത്തിന് ഒഴുകാനുള്ളൊരു സ്പേസ് പോലുമില്ല. ഇങ്ങനെ ഈ വെള്ളത്തൂടെ ചവിട്ടിയാട്ടോ ദിവസം ആൾക്കാരിങ്ങനെ പോകുന്നത്. മക്കൾ സ്കൂളിൽ പോകണ ഒക്കെ കാലിന് സുഖമില്ലെന്ന് വേറെ എവിടെയും പോകണ്ട. പിന്നെ ഇങ്ങനെ നടന്ന് വേറെ പോയേ. അത് മാത്രമല്ല, ഇത് വേറൊരു സ്ഥലം കൂടി കാണിച്ചു തരാം. ആ കാണുന്നതാണ് ബൈപ്പാസ്. അതിൻ്റെ അടിയിൽ കൂടി വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ വന്ന് ഇതിലൂടെയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. വെള്ളത്തിലൂടെ ഒക്കെ ചവിട്ടിയിട്ട് കണ്ടോ, ഇവിടെയാണെങ്കിൽ പൂപ്പലും പറ്റിപ്പിടിച്ച് വഴുതിയാൻ വരേണ്ട അത്രയും ശ്രദ്ധയോടെ നടക്കണം. കണ്ടോ, പൈപ്പിൽ ഉള്ളതാണ്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ഓടി ഭയങ്കര വേണം. സ്പീഡിലൊന്നും നമുക്ക് നടക്കാൻ പറ്റില്ല. സൂക്ഷ്മത പിച്ച വെച്ച് നടക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വഴുതി വീഴുന്ന നമുക്ക് എല്ലിന് പൊട്ടോ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് കൂടുതലായുള്ള ഏരിയയാണ് ഇതൊക്കെ. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത്. കണ്ടില്ല, ഇവിടെ നിറച്ച് വെള്ളം. ഇതൊക്കെ പൂപ്പൽ പിടിച്ചിട്ട് മക്കൾ നടന്നു പോകുന്നുണ്ടോ. അത്രയും കെയർഫുള്ളായിട്ട് നടക്കണം. എന്താ പൂപ്പലൊക്കെ പിടിച്ച് ഇവിടെ വെച്ചാൽ അത്രയും റിസ്ക്കുള്ള ഏരിയ. കാരണം അത്രയും ഞങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ എല്ല് പൊട്ടുന്ന വഴി കാണില്ല. അതുകൊണ്ടുള്ളത് ഇവിടെയൊക്കെ പൂപ്പൽ പിടിച്ച ഏരിയ. അത്രയും കെയർഫുള്ളായിട്ടാണ് ഞാൻ നടക്കുന്നത്. അത് നടക്കണം, ഇല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല. കണ്ടോ, അങ്ങ് വരെ വെള്ളമാണ്. പിന്നെ ഒക്കെ ഒരു കുളം മാതിരി ഉണ്ട് ഇവിടെ. അങ്ങോട്ടും വെള്ളം പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് വെള്ളം പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് വെള്ളം പോകാൻ പറ്റില്ല. ഗൈസ്, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തറയിൽ നമ്മൾ അവിടെ വരെ ഇങ്ങനെ വെള്ളം, അവിടെ നിന്നും കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിൽ വേറെ എന്തെങ്കിലും വെച്ച് കാണാം. ബൈ.